وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ സാഹിബ് ഓർമ്മത്തോടനുബന്ധമായി നടക്കുന്ന ഈ സെമിനാറിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അഭിനന്ദനായ ചേർക്കുളം അബ്ദുള്ള സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ അഷ്റഫ് എടനീർ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാൻ കമറുദ്ദീൻ സാഹിബ്, ഉപവിഷ്ടരായ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും മറ്റു ഉപഘടകങ്ങളുടെയും നേതാക്കൾ, സ്നേഹമുള്ള യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, CH എന്ന രണ്ടക്ഷരം 33 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സുകളെ നിരന്തരമായി ചലിപ്പിക്കുകയും ആ മഹാമനുഷ്യൻ്റെ ജീവിതധന്യതയുടെ ഓർമ്മകളിൽ ഇനിയും ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവിതം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിധം ഒരു വലിയ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ നിന്ന് നടന്നുപോയത്. 33 വർഷം കഴിയുമ്പോഴും തോളിയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് ഒരാലിമുല്ലയുടെ മകൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പോലും മനസ്സിൽ എന്ന വിധം എൻ്റെ പ്രവർത്തകരുടെ കൊട്ടാരത്തിലെ സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും അതിനപ്പുറം കേരളത്തിൻ്റെ പൊതുസമൂഹം വലിയൊരു നഷ്ടം ഒരു മഹാനേതാവാണ് CH മുഹമ്മദ് കോയ സാഹിബ്. CH ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഒരു അഭിമാനകരമായ അസ്തിത്വബോധമാണ്. അതുകൊണ്ട് CH സാധ്യമായത് CH-ന്റെ നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും തങ്ങളുടെ സമൂഹത്തിൻ്റെ അന്നത്തെ ചിന്തകൾക്കിടയിൽ ഇസ്ലാമിക സമൂഹത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന് കൃത്യമായൊരു വരവ കാണിച്ചു തരികയും ചെയ്തയാൾ CH ആണ്. CH ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ മുമ്പിൽ, ആ കോളിളക്കത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും കുലുങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചക്രവാളത്തിൻ്റെ ചക്രവർത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗ് ഒരു ചത്തകുതിരയാകുന്നു എന്ന് പറയുമ്പോഴേക്കും അത് പറയുന്നതിന് മുമ്പേ പോലെ അല്ല പണ്ഡിറ്റ്ജി, മുസ്ലിം ലീഗ് ഒരു ഉറങ്ങുന്ന സിംഹമാണ് എന്ന് പറയാൻ ആർജവം കാട്ടിയത്. അത് പറയാൻ കഴിയുന്ന തൻ്റെയിടത്തിന് CH എന്ന് തന്നെ പറയണം. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ നെഹ്റുവിനെ നമ്മൾ കാണുമ്പോഴാണ്, അന്നത്തെ നെഹ്റുവിന്റെ രാഷ്ട്രീയമായ അധികാരവും രാഷ്ട്രീയമായ അധീശത്വവും കാണുമ്പോഴാണ് അവിടെ ആ മഹാമേരുവിന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ നിൽക്കേണ്ട CH എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ല പണ്ഡിറ്റ്ജി, മുസ്ലിം ലീഗ് ഒരു ഉറങ്ങുന്ന സിംഹമാകുന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത്. അന്ന് CH എഴുതിയ എഡിറ്റോറിയൽ വളരെ പ്രധാനമാണ്. ഓരോ മുസ്ലിം ലീഗുകാരന്റെ നെഞ്ചു ചേർത്ത് പിടിച്ചിട്ട് പറയണം, പണ്ഡിറ്റ്ജി അങ്ങ് പോലും എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല.
അങ്ങില്ലാത്തൊരു കാലത്ത് ഈ പാവപ്പെട്ട സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ കോൺഗ്രസിലും ആളില്ലാതെ പോകുന്ന കാലം വരും. അന്ന് ഈ സമുദായത്തിന് വേണ്ടി പറയാൻ ഞങ്ങൾക്കൊരു പതാക വേണം. അതാണ് മുസ്ലിം ലീഗ്, അതാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പണ്ഡിറ്റ്ജി, അങ്ങയുടെ യിലും ആത്മാർത്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങയുടെ ഈ വാക്കുകൾ ശരിയല്ലെന്ന് CH-നെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് CH-നെ നമ്മൾ ഓർക്കുന്നത്. CH-ന്റെ വാക്കുകളിലൂടെ ഒരു സമുദായം അലസമായി നടന്നിരുന്നിടത്ത് നിന്ന് ഉണർന്നെഴുന്നേറ്റ് ജാഗ്രതയോടെ മുന്നോട്ട് പോയ ചിത്രമാണ് ഈ 30 ആണ്ടുകൾക്ക് ഇടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. CH മരിച്ചിട്ടും CH-ന്റെ ജീവിത ധന്യതയുടെ ശോഭ നിലച്ചില്ല തെളിവാണ്. 3 പതിറ്റാണ്ടായി CH മുഹമ്മദ് കോയ സാഹിബ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട്. പക്ഷേ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന ജീവിതം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ ഈ പ്രിയപ്പെട്ട, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും കണ്ടിട്ടില്ല. ഒന്ന് തൊട്ടു നോക്കാൻ കൊതിച്ചു പോയ ഒരു താരകമാണ് CH. ഒന്നടുത്തു നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു താരകമാണ് CH. പക്ഷേ CH-നെ കേൾക്കാനും കഴിയാത്ത തലമുറകൾക്ക് പോലും CH ഒരു വല്ലാത്ത ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും പേരാണ്. അതുണ്ടാക്കുന്നതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആത്മാർത്ഥതയും CH-ന്റെ ഒരു വല്ലാത്ത ഗുരുത്വവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരൻ നടന്നു വരുന്ന ഓരോ വേളയിലും നമ്മൾ ആ ചെറുപ്പക്കാരനെ കൈകൊടുത്തു നിന്നിരുന്ന പ്രഗത്ഭരായ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പഠിക്കണം. അവർ ഗുരുതുല്യരായിരുന്നു, അവർ ആചാര്യതുല്യരായിരുന്നു. മഹാനായ ഖായിദെ മില്ലത്തും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും. ഞാൻ ഓർക്കുന്നു, 967 സ്പീക്കർ പദവി വേണ്ടി പോകുമ്പോൾ ദക്ഷിണ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സൂഫി വര്യന്റെ മുമ്പിലേക്ക്, അദ്ദേഹത്തിന് സാധാരണ ഇസ്ലാമിക സൂഫി ചിന്തയുമായി ബന്ധപ്പെട്ട് ജദ്ബ് എന്ന് പറയുന്ന ഒരു ഹാലുണ്ടല്ലോ, പിന്നെ ഒരു പോലെ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതൊരു ബുദ്ധിപരമായ മറ്റൊരു നന്മയുടെയും ഒക്കെ ഭാഗമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ആളുകളെയൊക്കെ ഓടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 2 മനുഷ്യർ വരും. ആളുകളെ നോക്കിയ സാഗൂതം, ആരായിരിക്കും ഈ 2 മനുഷ്യർ? അന്ന് മൊബൈൽ ഫോണുള്ള കാലമല്ല. പക്ഷേ ഒരു അംബാസഡർ കാർ വന്നു നിന്നു. കേരള മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ 2 മഹാവ്യക്തിത്വങ്ങൾ. ഒരാൾ മഹാഗുരുവിനെ പോലെ മനോഹരമായ വേഷം ധരിച്ചു നിൽക്കുന്നു, മറ്റൊരാൾ പോലെ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൈപിടിച്ചു നടന്നു വരുന്നു. ഒരാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, മറ്റൊരാൾ അഭിയന്തനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. ആ സൂഫി ധന്യമായ ജീവിതത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, തങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങ് പ്രാർത്ഥിക്കണം. നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ചെറുപ്പക്കാരൻ വരാൻ പോവുകയാണ്. അന്ന് ആ മഹാനായ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഇസ്സത്ത് നിലനിർത്തുക, ഇല്ലെങ്കിൽ ഇട്ടേച്ചു പോവുക. അതായിരുന്നു CH. ഇസ്സത്തോടെ നിലനിന്നു. ഇല്ലാതെ വന്നപ്പോഴൊക്കെ അതൊക്കെ ഇട്ടേച്ചു പോയി. ഒരു പിച്ച് തെറിപ്പിച്ചു കളയുന്നത് പോലെ ഞാൻ ഈ സ്പീക്കർ സ്ഥാനം തെറിപ്പിച്ചു കളയുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ചു CH. അതാ ഞാൻ പറഞ്ഞത്, ആർജവത്തോടെ നിലനിന്നു എന്നതാണ് പ്രധാനം. ആർക്കു മുമ്പിലും തലകുനിച്ചില്ല. CH-ന്റെ കാലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ വളരെ സംശയത്തോടെ നോക്കിയ കാലമാണ്. അന്ന് സമ്മേളനത്തിൽ കയറി ചെന്നിട്ട് നായർ കോലാഹലം എന്ന് പറയാൻ ധൈര്യം കാണിക്കണമെങ്കിൽ അത് CH-നെ കഴിയൂ. നായർ കോലാഹലം എന്ന് പത്രക്കാരോട് പറയാനുള്ള ധൈര്യം അത് CH-നെ ഉണ്ടാവും. പക്ഷെ CH ഉണ്ടാക്കി തന്ന ആ ആത്മവീര്യം ഒരിക്കലും ഈ സമൂഹത്തെ പറയാൻ പാടില്ലാത്തത് പറയിപ്പിച്ചിട്ടില്ല എന്നുകൂടിയാണ് നാം അതിനെ ബോധ്യപ്പെടേണ്ടത്. ടൈറ്റിലിനെ ഇങ്ങനെ കാണുന്നത് ഭീകരവാദം, വർഗീയ ഫാസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, പറയാനാവുന്നത് ഏത് ആർജവത്തോടെയും പറയുകയും പറയാനാവാത്തത് അപക്വമായ വർത്തമാനങ്ങൾ ഒരിക്കൽ പോലും പറയാതിരിക്കുകയും ചെയ്യാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പഠിപ്പിച്ചതിൽ ഒരാൾ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബാണ്. കാരണം CH നമ്മളെ പഠിപ്പിച്ചു തന്നത് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടതിന്റെ നന്മയെക്കുറിച്ചാണ്. ഇന്നിപ്പോ ഈ ബഹുസ്വരതകൾ വിട്ടേച്ചു പോകണമെന്ന് ചിലർ പറയുന്നു. കാസർഗോഡ് അങ്ങനെ ചരിത്രത്തിലേക്കും ചിത്രത്തിലേക്കും മാറുമ്പോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ. സ്വന്തം ധിഷണ കൊണ്ട് മതത്തെ പഠിച്ചവന് സംഭവിച്ചു പോയ
അബദ്ധവും ദുരന്തവുമാണ് യഥാർത്ഥത്തിൽ ദമ്മാജിലെ ആടുമേക്കാനുള്ള യാത്രയിൽ ഈ കുട്ടികൾക്ക് സംഭവിച്ചത്. സ്വന്തം ദിഷണ കൊണ്ടൊരിക്കലും മതത്തെ വായിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഐസ് ഒരു ഡിജിറ്റൽ ഖിലാഫത്താണ് എന്ന് പറഞ്ഞ് എഴുതിയ പ്രഗത്ഭനായ അബ്ദുൽ ബാരി എന്ന പ്രഗത്ഭനായ പലസ്തീനിസ്റ്റ് പറയുന്നു, ഐസ് എന്ന ഈ വിഭാഗത്തിന് ഇന്റർനെറ്റിൽ ആധിപത്യമില്ലായിരുന്നു, നിങ്ങൾക്കൊരു ഖിലാഫത്ത് സ്ഥാപിക്കാൻ തന്നെ സാധിക്കുമായിരുന്നില്ല. സ്ഥാപിച്ചതിലെ പ്രധാനപ്പെട്ട കാരണം അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഷെയ്ഖിനെ കൊണ്ടുവരുന്ന ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാൻ പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും വലിയ ഉപാധിയായി നിന്നിരുന്നത് നെറ്റാണ്. ഗൂഗിളാണ് ഷെയ്ഖ്. ഷെയ്ഖുന ഗൂഗിൾ ഉത്തരം നൽകുന്നതിനനുസൃതമായി ഉത്തരത്തിന്റെ പിന്നാലെ പോയപ്പോൾ സംഭവിച്ചു പോയ ദുരന്തമാണ് പുതിയ കാലത്തിന്റെ ഈ ദമ്മാദ് ആടുമേക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യോത്തരമായി ഇസ്ലാമിനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അതിന്റെ ഒരു രൂപം എന്ന നിലയിൽ നമുക്ക് എന്ന നിലയിലാണ് അബൂബക്കർ അൽ ബഗ്ദാദിയെ കാണുന്നത്. ഇവിടെ ബഹുമാന്യനായ ചെർക്കള അബ്ദുള്ള സാഹിബ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ എന്നെ ചിരിച്ചാലോചിച്ച ഒരു കാര്യം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അബൂബക്കർമാർ രണ്ടു തരത്തിലുണ്ട്. മഹാനായ സയ്യിദുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങോട്ട് പോന്നാൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിന്റെയും സാംസ്കാരിക ചരിത്രത്തിന്റെ കൂടെ നടന്നു വന്ന മഹാരഥന്മാരുണ്ട്. മഹാനായ കെ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത്, അങ്ങനെ ഒരുപാട്. എന്നാൽ സമീപകാലത്ത് നാം കേൾക്കുന്ന കുറെ അബൂബക്കർമാരുണ്ട്. ഒരാൾ അബൂബക്കർ ബഗ്ദാദിയാണ്, മറ്റൊരാളെ കുറിച്ചായിരിക്കണം ബഹുമാന്യനായ ചെർക്കുളം സൂചിപ്പിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരത എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിനെ പഠിക്കേണ്ട പോലെ പഠിക്കാതെ പോയപ്പോഴുണ്ടായ അബദ്ധമാണ്. കോണ്ടെക്സ്റ്റൽ സ്റ്റഡി എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. സന്ദർഭങ്ങൾക്കനുസൃതമായി ഇസ്ലാമിനെ പഠിക്കണം. അല്ലെങ്കിൽ ഈ ആയത്തുകളൊക്കെ നോക്കിയൊക്കെ ഫഖ്തുലൂഹും ഹൈസുമാ സഖിഫ്തുമൂഹും, ഫഖ്തുലൂഹും നിങ്ങൾ അവരെ കൊല്ലണം, ഹൈസുമാ സഖിഫ്തുമൂഹും കിട്ടുന്നോടത്ത് വെച്ച് തട്ടണം. അതിനെന്താ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താ? അതിന്റെ കോണ്ടെക്സ്റ്റ് യുദ്ധമാണ്. യുദ്ധത്തിലാണ് അങ്ങനെ, അല്ലാതെ സമാധാനത്തിലല്ല. യുദ്ധത്തിൽ എന്ന് മാത്രമല്ല, യുദ്ധത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്കുള്ളിലാണ്. വ്യവസ്ഥാപിതമായ യുദ്ധ സംവിധാനമുണ്ട്. ലോകത്തെ ഏത് മതദർശനങ്ങൾക്കും വ്യവസ്ഥാപിത സംവിധാനങ്ങൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ് ഇസ്ലാമിനും ഖുർആനുമുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നാൽ ഒരു സമഗ്രമായ ജീവിത പദ്ധതി പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന് സമഗ്രമായ ഒരു ജീവിത ദർശനത്തെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലാണ് അത് അതിന്റെ ന്യൂനതയായി കാണേണ്ടത്. ഖുർആൻ പീനൽ സെക്ഷനെ കുറിച്ച് പറയുന്നില്ലെങ്കിലാണ് അത് അതിന്റെ ന്യൂനതയായി കാണേണ്ടത്. ഖുർആൻ സമഗ്രമായതുകൊണ്ട് യുദ്ധം. പക്ഷെ യുദ്ധം പറയുമ്പോഴും ഖുർആൻ എത്ര മനോഹരമായി പറഞ്ഞു. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ് ലഹുദ്ദിമ സാമിഉ വബിയഉം വസലവാതും വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. എത്ര മനോഹരമാണ്. ഫലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്, ഒരു ജനതയെ അധർമ്മത്തിന്റെ പിന്നാലെ കൂടിയതിന്റെ പേരിൽ അവർക്കു നേരെ ധർമ്മത്തിന്റെ സ്ഥാപനാർത്ഥം പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ ലഹുദ്ദിമത് സവാമിഅ, തകർക്കപ്പെടും. ക്ഷേത്രങ്ങൾ, സിനഗോഗുകൾ തകർക്കപ്പെടും, ചർച്ചുകൾ തകർക്കപ്പെടും, മസ്ജിദുകൾ തകർക്കപ്പെടും. എന്തേ പറഞ്ഞത്? സിനഗോഗും ക്ഷേത്രവും ചർച്ചും കഴിഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധ ഖുർആൻ മസാജിദ് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ താല്പര്യത്തിൽ എന്തുണ്ട്? ക്ഷേത്രം നിലനിൽക്കണം, സിനഗോഗ് നിലനിൽക്കണം, ചർച്ചും നിലനിൽക്കണം, മസ്ജിദും നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ ബഹുസ്വരത നിലനിൽക്കണം. ഈ ബഹുസ്വരത അള്ളാഹു തന്നെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തന്നെ പറയുന്നു, ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ഈ ജനതയെ മുഴുവനും എല്ലാവരെയും മുസ്ലിങ്ങളാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആക്കുന്നില്ല. അള്ളാഹു തന്നെ പറയുന്ന നബിയെ, എന്തിനാണ് അങ്ങ് അവരുടെ ഇങ്ങനെ നിരന്തരമായി പോകുന്നത്? അവരുടെ പിന്നാലെ നടന്ന് അങ്ങയുടെ ശരീരം തന്നെ നശിപ്പിച്ചേക്കുമോ? അപ്പൊ ഖുർആന്റെ ലക്ഷ്യം
സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണമാണ് എന്ന് ഖുർആൻ പറയുന്നില്ല. അതൊരു അസാധ്യമായ ഒരു ഏർപ്പാടാണെന്ന് മാത്രമല്ല, അതൊരു സാമൂഹിക ഘടനയുടെ മുഴുവൻ തകർക്കലും കൂടിയാണ്. മറിച്ചോ ഇസ്ലാം എന്ന് പറയുന്ന നന്മയുടെ വെട്ടം കാണാൻ സാധ്യമാകുന്നവന് വരാം, ആ വെട്ടം സ്വീകരിക്കാം. ആ വെളിച്ചം നിരന്തരമായി പ്രബോധനം ചെയ്യുന്നു ഖുർആൻ. എന്നാൽ യുദ്ധവേളകളിൽ പോലും ആ മര്യാദ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു തരുന്നു. നന്മയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾക്ക് പോലും അത്തരം ഒരു ബഹുസ്വരതയെ നിലനിർത്തണമെന്ന വലിയൊരു ആശയം നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറു സംഘങ്ങളായി പോയിരുന്ന ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറു സൈന്യങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പർണാശ്രമങ്ങളിൽ ധ്യാന നിമഗ്നരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അവരുടെ ധ്യാനത്തിന് ഭംഗം വരുത്തുന്ന വിധം പെരുമാറരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അപരാധികളെ ഒരിക്കലും വധിക്കരുത്, നിങ്ങൾ സ്ത്രീകൾക്കു നേരെ നിങ്ങൾ വാളോങ്ങരുത്, നിങ്ങൾ കൊച്ചുമക്കളെ കൊന്നുകളയരുത്. കൊച്ചു ചെയ്യപ്പെട്ടു കണ്ടപ്പോ അലം അൻഹകും അൻ ഖത്ലി നിസാഇ വസ്ബിയാൻ, കൊച്ചുമക്കളെയും കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല ചെയ്യരുതെന്ന് ഞാനല്ലേ നിങ്ങളെ വിരോധിച്ചത് എന്ന് പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് രണ്ടും ഇങ്ങനെ ഒഴുകിയെന്നാണ് ചരിത്രകാരന്മാർ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അലം അൻഹകും അൻ ഖത്ലി നിസാ, പെണ്ണുങ്ങളെ കൊല്ലരുതെന്ന് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. വസ്ബിയാൻ, കൊച്ചുമക്കളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് യുദ്ധം എന്ന് പറയുന്നത് ആദ്യം കൊല്ലുന്നത് ആരെയാണ്? ഇന്നത്തെ യുദ്ധങ്ങൾ, ആധുനിക യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് കൊച്ചുമക്കളാണ്. സമാധാനം സ്ഥാപിക്കണം എന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് സ്വപ്നം കണ്ടു അത്രേ. എന്തായിരുന്നു? ദൈവം തമ്പുരാൻ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആകുന്ന ജോർജ് ബുഷ് നേരെ വന്നിട്ട് പറയുന്നു, മിസ്റ്റർ ജോർജ്, ഗോ ടു ഇറാഖ് ആൻഡ് എൻഡ് ദ ടൈറനി ഓഫ് ഇറാഖ്. പോയി യുദ്ധം ചെയ്യ്, കാരണം അവിടെ സമാധാനം ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലെ ചില സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ ഇപ്പോ ഇവിടെ അത് പറയുന്നില്ല. മറ്റൊരു സ്വപ്നമായിരുന്നു ജോർജ് ബുഷ് കണ്ട സ്വപ്നം. ജോർജ്, ഗോ ടു ഇറാഖ് ആൻഡ് എൻഡ് ദ ടൈറനി ഓഫ് ഇറാഖ്. അവിടുത്തെ ഈ ചൂഷണം അവസാനിപ്പിക്കണം. എന്തേ നടന്നത്? 5 ലക്ഷം കുഞ്ഞുമക്കളാണ് മരുന്നുപരോധത്തിൽ മാത്രമായി കൊല ചെയ്യപ്പെട്ടത്. ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 5 ലക്ഷം കുഞ്ഞുമക്കൾ. പിന്നെ അതിനപ്പുറം മരിച്ചു തീർന്നിട്ടുള്ള മനുഷ്യരുടെ കണക്കെടുപ്പ് നടത്താൻ പോലും നമുക്ക് പേടി തോന്നുന്ന വിധം ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇറാഖ് എന്ന് പറയുന്ന നാഗരികതയുടെ തലസ്ഥാനം മുഴുവനായി മുച്ചൂട് നശിപ്പിച്ചിട്ടേ അമേരിക്ക പോയിട്ടുള്ളൂ അവിടുന്ന്. അങ്ങനെ ഒന്നുമായിരുന്നില്ല ഇസ്ലാമിന്റെ യുദ്ധം പോലും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ വായിക്കണമെങ്കിൽ എവിടെ നിന്ന് വായിക്കണം? പാരമ്പര്യത്തിൽ തന്നെ വായിക്കണം. ഏതാ പാരമ്പര്യം? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിനെ ഒരു ടെക്സ്റ്റായി ഖുർആനിനെ അവതരിപ്പിച്ചിട്ടില്ല അല്ലാഹു. എന്റെ മുസ്ലിം യൂത്ത് ലീഗുകാരൻ ഓരോരുത്തരും മനസ്സിലാക്കണം, ടെക്സ്റ്റ് ബൈ ടെക്സ്റ്റ് ആയിട്ടല്ല ഖുർആൻ അവതീർണമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന ടെക്സ്റ്റ് മുതൽ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ നിങ്ങൾ ഇന്ന ആളുകൾ പഠിച്ചാൽ അയാൾക്ക് 1ാം റാങ്ക് കിട്ടും, അയാൾ സിദ്ദീഖുൽ അക്ബർ ആകും, മറ്റേയാൾ ഫാറൂഖ് ആകും എന്ന് പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് അത്ര വലിയ ഹാഫിളുമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ മനപ്പാടായിരുന്നില്ല. അതായത് പ്രവാചകന്റെ ശേഷമുള്ള 1ാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയ ആളായിരുന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബും മനപ്പാടാക്കിയിരുന്നില്ല. അപ്പൊ മനപ്പാടമാക്കിയോ ഖുർആൻ എന്ന ടെക്സ്റ്റുമായിട്ടുള്ള ബന്ധവുമായിരുന്നില്ല, മറിച്ച് മുഹമ്മദ് നബി എന്ന ജീവിതവുമായിട്ടുള്ള ബന്ധമായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വലുതാക്കിയത്. സിദ്ദീഖിനെ കുറിച്ച് പറയുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി വഫാത്താകുമ്പോ സ്വഹാബാക്കൾ എല്ലാവരും കൂടി, അൻസാരികളിൽ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം ഖിലാഫത്ത്. ആ സമയത്ത് ഉമർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ആരാണെന്നോ? അബൂബക്കർ. മുഹമ്മദ് നബിയുടെ കൂടെ ഗാർ സൗറിൽ ഒരുമിച്ച് കൂടിയ ആളാണ്. നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹചാരിയാണ് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി എന്ന പുസ്തകം വായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആൾക്കാണ് ഇസ്ലാമിലെ ആദ്യ എന്നായിരുന്നു സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ വ്യക്തിശുദ്ധിയിലൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിനെ പരിചിതമാകാൻ സാധിച്ചത് എന്നതുകൊണ്ടാണ് കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നാം ബഹുസ്വരതയുടെ നേരെ മുഖം തിരിച്ചു നിൽക്കാതെ നിന്നത്. നാം ആയിരുന്നില്ല. കാസർകോട്ടുകാരാകട്ടെ, അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരാകട്ടെ, കൊച്ചിക്കാരാകട്ടെ, എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എന്താ? കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം എന്താ?
മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതിരുന്നൊരു മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാൻ ക്ഷേത്രമുറ്റത്തുകൂടെ പോകുന്നോടത്ത് ചെറിയ വഴിയായിരുന്നതുകൊണ്ട് ആ വഴിയൊന്ന് വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചതാരാ? ക്ഷേത്ര ഭാരവാഹികളാണ്. ബഹുസ്വരമായ സാമൂഹിക ജീവിതത്തിനിടയിൽ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ജീവിതത്തിൽ പോലും അനിസ്ലാമികത കടന്നു വരാതെ തന്നെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പുതിയ കാലത്തിന്റെ ഈ വാദം നിങ്ങൾ ആലോചിച്ചൊക്കെ, ദമ്മാജിൽ ആട് വെച്ചാലെ മുസ്ലിം പറഞ്ഞാൽ എത്ര കാലം പിന്നോട്ട് പോകണമെന്ന ഇസ്ലാമിനെ കുറിച്ച് നാം സാർവജനീനം എന്ന് പറയുന്നതിനെയും സാർവകാലികം എന്ന് പറയുന്നതിനെയും സാർവദേശികം പറയുന്നതിനെയും ഒക്കെ സങ്കുചിതമാക്കി കൊണ്ടുവന്നിട്ട് ദമ്മാജിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങേണ്ട സങ്കുചിതമായ ഒരു ഇസ്ലാമിനെ അല്ല ഇവർ പരിചയപ്പെടുത്തുന്നത്. ഈ കുട്ടികൾ ഐസിൽ പോയെന്നൊന്നും എനിക്ക് വാദില്ല. കാരണം കേന്ദ്ര ഇന്റലിജൻസ് പോലും ഇവർ ഐസിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു പണിയുണ്ട്. അവരാണ് ന്യായാധിപ സ്ഥാനത്തിൽ നിന്ന് എല്ലാം പ്രഖ്യാപിക്കുന്നത്. അവർ പറയുന്നു ഇവർ ഐസിലാണ് പോയത്. ഐസാകട്ടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആന്റി ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ദമ്മാജി ഷെയ്ഖ് ഒരു സലഫിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പൂർണ്ണ ഇസ്ലാമിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടാകണമെന്നാണ്. ഇത് നേരത്തെ ആര് പറഞ്ഞതാണെന്നോ? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുമ്പോ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് 2-3 കാഴ്ചപ്പാടുകൾ കാണുന്നുണ്ടല്ലോ. ഒന്ന് ഖായിദ അള്ളാഹുവിന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ പറയണം. നിങ്ങൾക്കറിയില്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട് മൗലികാവകാശ നിയമം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ബി പോക്കർ സാഹിബും മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചർച്ച എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ നിരന്തരം കാണും മുഹമ്മദ് ഇസ്മായിൽ, ബി പോക്കർ. ആ 2 മെമ്പർമാർ ഇന്ത്യയിൽ മുസ്ലിം ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആകണമെന്ന്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മൗലികാവകാശ തത്വങ്ങളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് തറപ്പിച്ചു പറഞ്ഞു. എന്തിനധികം അംബേദ്കർക്ക് പോലും ഉണ്ടായിരുന്നു കുറിച്ചുള്ള വാദം ഉണ്ടല്ലോ. പക്ഷേ അംബേദ്കറെ പോലും സമ്മതിപ്പിച്ചില്ല മഹാനായ സാഹിബും അതുപോലെ തന്നെ ഖായിദ മില്ലത്തും. ഒടുക്കം ഇന്ത്യ ഒരു കാലത്ത് അത്തരം ഒരവസ്ഥയിൽ എത്തുമെങ്കിലാകാമെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വന്നു ഡോക്ടർ അംബേദ്കർക്കും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും. ആരോടാ ഈ വാദം? ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ കേവലം ഒരു പ്രധാനമന്ത്രി ഒന്നല്ല, നെഞ്ചളവിൽ പ്രധാനമന്ത്രി ആയതല്ല പണ്ഡിറ്റ് ജി. കിടന്ന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതി പ്രധാനമന്ത്രി ആയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ. ആ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് വായിച്ചാൽ നെഞ്ചളവ് കൊണ്ട് പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്ന് ഇന്ന് ഒരാൾ കാണിച്ചു തരുന്നു. കേവലം ഒരു തരരാഷ്ട്രീയക്കാരനെ പോലെ പ്രസംഗിക്കുന്നു. അതിനപ്പുറം ആദരിക്കുന്ന വിധം പണ്ഡിതോചിതമായി മാത്രം പറഞ്ഞ ഒരു മഹാമനുഷ്യന്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ. പക്ഷെ നെഹ്റുവിനെ പോലും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്ന വർത്തമാനം പറഞ്ഞു പോക്കർ സാഹിബും ഖായിദ മില്ലത്തും. അവരൊക്കെ അവരുടെ ആശയധാരയിൽ അവർ പറഞ്ഞു നടന്നിരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബഹുസ്വരതയുടെ ഒപ്പം നടക്കുക, ഐഡന്റിറ്റിയെ നിലനിർത്തുകയും വേണമെന്നാണ്. അന്ന് മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞ ഒരു വർത്തമാനം മഹാനായ സയ്യിദ്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഖവാരിജുകൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലാഹുവിനല്ലാതെ മറ്റൊരു അധികാരമില്ലെന്നായിരുന്നു അവർ മുദ്രാവാക്യം മുഴക്കിയത്. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് പറയുന്നുണ്ട്, കലിമത്തു ഹഖിൻ, നല്ല വാക്കാണ്, പക്ഷെ യുറാദു ബിഹൽ ബാത്തിൽ, ഉദ്ദേശം വേറെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മുഴക്കിയ മുദ്രാവാക്യം ദൈവത്തിനാണ് അധികാരം എന്നായിരുന്നു. പറയുന്നത് കേട്ടാൽ ശരിയാണ്. ഇഖാമത്തിൽ ഇസ്ലാമിന് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഇതേ ദമ്മാജ് സലഫീസത്തിന്റെ അതേ വർത്തമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള മുസ്ലിം രാഷ്ട്രീയം എങ്ങനെയാകണമെന്ന ആലോചനയുടെ മുമ്പിൽ മൗദൂദിക്ക് മുഴക്കാനുണ്ടായിരുന്നത്. ഇന്ന് മൗദൂദിയുടെ പാർട്ടി വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കി നടക്കുമ്പോ ഞങ്ങളൊന്നും എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ മെനക്കെടുമ്പോ പലപ്പോഴും ഈ ചർച്ച തന്നെ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്നതും തഹജ്ജുദ് നിസ്കരിക്കുന്നതും ജമാഅത്തുകാരാണ്. ഈ ചർച്ച പുറത്തു വന്നാൽ അറിയാതെ പറഞ്ഞു പോകും ഇഖാമത്തുദ്ദീൻ നടപ്പിലാക്കാൻ
നിങ്ങളല്ലേ. ആ ഇഖാമത്തുദ്ദീനാണ് യഥാർത്ഥത്തിൽ അപകടം. എവിടെ നിന്ന് തുടങ്ങിയത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ഈ മുദ്രാവാക്യം മുഴക്കിയത്. ദൈവത്തിന് അധികാരം കൊടുക്കണം, മനുഷ്യന് അധികാരമില്ല. എവിടെന്നാ അത് പറഞ്ഞത്? ആയത്താണ്. ഖുർആനിക ആയത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഖവാരിജുകൾ ശബ്ദിച്ചത്. പക്ഷേ ഖവാരിജുകളെ ഇസ്ലാമിക ലോകം പുറത്താക്കുന്നു. മുസ്ലിം ലോകത്തെ പ്രമാണിമാരായ നേതാക്കളുടെയും സഹാബാക്കളുടെയും വഴികളിൽ അവർ ഒരു വിരുദ്ധ ഗ്രൂപ്പായി തന്നെ നിലനിൽക്കുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം, അവരെ കണ്ടാൽ നിങ്ങൾക്ക് പോലും തോന്നിപ്പോകും, പ്രിയപ്പെട്ടവരെ, അവരെക്കാൾ നിങ്ങൾ ഈമാനിൽ വളരെ കുറഞ്ഞവരാണെന്ന് തോന്നിപ്പോകും എന്ന്. കാരണം അവർ നമസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഖുർആൻ ഓതുന്നതും കണ്ടാൽ നിങ്ങൾ അത്ഭുതത്തോടെ ആലോചിച്ചു പോകും, എങ്ങനെ ഇത്രമേൽ ആവേശത്തോടുകൂടെ ഇസ്ലാമിനെ പുൽകുന്നവരെ മോശക്കാരെന്ന് വിളിക്കാൻ സാധ്യമാകുമെന്ന്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അമ്പ് അതിന്റെ വില്ലിൽ നിന്ന് പോകുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഖവാരിജുകളുടെ ഇസ്ലാം എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ഖവാരിജി മൂവ്മെന്റ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന അവസാനത്തെ സമയത്തെയും ഭീകരവാദം. അവരെന്താ ഉദ്ധരിക്കുന്നത്? ഖുർആനാണ്. പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റ് മറ്റതാണ്. രാഷ്ട്രീയം കലർന്ന ഒരു ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ചെയ്തതും ഇന്നത്തെ ആധുനിക രാഷ്ട്രീയ സലഫിസവും ചെയ്യുന്നതും. അല്ലാതെ മറ്റു ചില സലഫി മൂവ്മെന്റുകളെ ഒന്നും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്നുമില്ല. ഞാനൊരു കാര്യം ആലോചിച്ചു തന്നെ പറയട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചിന്താപരമായ സമ്മാനങ്ങളും സംഭാവനകളും ചെയ്തിട്ടുണ്ട് താൻ. അവരൊക്കെ ഭീകരവാദികളാണ് എന്ന് പറയാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. കാരണം ഒരു കാര്യവും കൂടിയുണ്ട്, നല്ലോണം കൈതെടുത്തിട്ട് ഒരു തല്ല് തല്ലാമാലും അവർക്ക് സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ ബാക്കി. പക്ഷെ ആധുനിക സലഫിസം എന്ന് പറയുന്ന ഈ പുതിയ രീതി സ്വയം വ്യാഖ്യാനത്തിലൂടെ നിർമ്മിതമായ ഒരു ഇസ്ലാമിനെ കാണിച്ചു തരുന്നു. ആ ഇസ്ലാം പറഞ്ഞു തരുന്ന യുദ്ധം, ആ ഇസ്ലാം കാണിച്ചു തരുന്ന ഭീകരവാദം, അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മൂവ്മെന്റിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. സ്വയ വ്യാഖ്യാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. സ്വന്തം വ്യാഖ്യാനം. ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പഠിക്കുമ്പോ പലപ്പോഴും അക്ഷരങ്ങളിലൂടെ മാത്രം പഠിക്കുന്ന ആർക്കും സംഭവിച്ചു പോകാം ഈ തെറ്റ്. ഞാൻ പറയട്ടെ, നമ്മളൊരു ക്ലാസ്സിൽ ഒരുമിച്ച് കൂടും. ക്ലാസ് ടീച്ചർ എല്ലാവരോടും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വരണമെന്ന്. എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് വന്നു, ഒരാൾ വിളിച്ചു. അയാൾ പറഞ്ഞു, നാളെയും നീ നോട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ വരണം എന്ന് പറഞ്ഞു. അത് നേരെ അങ്ങ് അക്ഷരത്തിലാക്കിയാൽ വളരെ കൃത്യമാണ്. ടീച്ചർ പറഞ്ഞു, നാളെ നോട്ട് കൊണ്ടുവരാതെ ക്ലാസ്സിൽ വന്നേക്കണം എന്ന്. എത്ര നല്ല മനോഹരമായ പ്രയോഗമാണത്. പക്ഷെ അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. മറിച്ച് ടീച്ചർ വളരെ ഗൗരവത്തോടെയും വികാര വിജൃംഭിതമായ ഭാവത്തോടുകൂടെയാണ് പറഞ്ഞത്, നാളെ നീ നോട്ട് കൊണ്ടുവരാതെ വരണം എന്ന് പറഞ്ഞത് കൊണ്ടുവരാതെ വന്നാൽ നടപടികൾ ഉണ്ടാകുമെന്ന അടിസ്ഥാനത്തിലാണ്. കേവലം അക്ഷരങ്ങൾ എന്ത് സംഭവിക്കും അവിടെ? അത് തന്നെ സംഭവിച്ചതാണ്. ഹദീസിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇസ്ലാമിക വായന കൊണ്ട് ഇവർക്ക് സംഭവിച്ചത്. മറിച്ച് എങ്ങോട്ട് പോകണം? പൂർവ്വസൂരികളിലേക്ക് തന്നെ പോകണം. ഏത് പൂർവ്വസൂരി? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിച്ചു തന്ന ഒരു ബഹുസ്വര സാമൂഹിക ഘടനയോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്നുള്ള ചരിത്രപരമായ വസ്തുതകളെ മനസ്സിലാക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. രണ്ടുണ്ട് അതിൽ കാര്യം. ഞാൻ മുസ്ലിം ലീഗിന്റെയും നേതാക്കളെയും പ്രവർത്തകരെയും സാക്ഷി നിർത്തി പറയുന്നു. ഒന്ന്, ഈ ബഹുസ്വരതയിൽ ഒരിക്കലും ഐഡന്റിറ്റി പോകാത്ത സ്വത്താണെന്ന് കരുതുകയും മുറുക്കി പിടിക്കുകയും ചെയ്തവരാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ. ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല, ഒരിക്കലും രാജിയാകേണ്ടി വന്നിട്ടില്ല. CH ഒരിക്കലും രാജിയായിട്ടില്ല. അങ്ങനെ വന്നപ്പോഴൊക്കെ രാജിവെച്ചു എന്നതിനപ്പുറം രാജിയാകേണ്ട ഒരു തീരുമാനവും CH എടുത്തില്ല. അതാണ് CHന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർജവം. എന്റെ വാക്കുകളിൽ വല്ലതും വായിച്ചെടുക്കാമെങ്കിൽ യൂത്ത് ലീഗുകാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വായിച്ചെടുത്തോളൂ. ബഹുസ്വരതയുടെ കൂടെ നടക്കുക എന്ന് നാം പറഞ്ഞതിന്റെ അർത്ഥം ആരുടെയെങ്കിലും ആചാരം കടം വാങ്ങുകയല്ല. ആചാരങ്ങളുടെ വൈവിധ്യങ്ങളെ ആദരപൂർവ്വം നോക്കിക്കണ്ടുകൊണ്ട് തന്നെ എന്റെ വ്യക്തിത്വം എന്റേതുമാണെന്ന് പറയാൻ കഴിയുന്ന തന്റെ ഇടത്തിനാണ് CH എന്ന് നാം വിളിക്കേണ്ടത്. അവിടെയാണ് പലപ്പോഴും CH ആ മാർഗരേഖ നമുക്ക് കാണിച്ചു തന്നത്. നാം ആത്മധൈര്യത്തോടെ പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെ പറഞ്ഞു തരുന്നു.
നമുക്കെന്തിനാണ് ആചാരപരമായ അക്കാര്യത്തിലുള്ള അത്തരം വഴങ്ങിക്കൊടുക്കലുകൾ നടത്തേണ്ടത്? ഒരിക്കലുമില്ല. എന്തുകൊണ്ടില്ല? ഇന്ത്യയുടെ ഭരണഘടന വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു തരുന്ന ഒരു കൃത്യമായ കാര്യം ഇതാണ്: all persons are entitled to freedom of conscience and the right freely to practice, profess and propagate. ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും അവന്റെ മതം, അവന്റെ ആചാരം, അവന്റെ അനുഷ്ഠാനം പറയാനും പ്രഘോഷണം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. പക്ഷെ ഇന്ത്യയിലല്ലാതെ മറ്റെവിടെ കിട്ടുക? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി മെഴുകുതിരി വെട്ടത്ത് കഥാത്ത് പഠിക്കുന്ന ഒരു കുട്ടികളോട് ഇന്ത്യ പോലെ ഇത്രമേൽ മനോഹരമായ സ്വാതന്ത്ര്യം ഏതു രാജ്യമാണ് നമുക്ക് തന്നത്? ഏത് രാജ്യം തന്നത്? സൗദി അറേബ്യയിൽ പോയി ആരും കാണാത്തൊരു മണൽക്കാട്ടിൽ പോയിരുന്ന് കുത്തുബിയത്ത് കഴിക്കാൻ നേർച്ചയാക്കാം. എന്നിട്ട് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ തുടങ്ങാം. 100 വട്ടം കഴിയുമ്പോൾ ഉറക്കെയാണ് അതിനൊരു ഹാല് മാറി വരുന്നതനുസരിച്ച് ഇന്റലിജൻസ് എങ്ങാനും അറിഞ്ഞാൽ പതുക്കെ വന്ന് അവർ പറയും തൽക്കാലം നിർത്തണം. നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ 2 കൈയും കൂട്ടിക്കെട്ടി നേരെ കൊണ്ടുപോകും. പിന്നെ മിക്കവാറും അവിടെ കിടന്ന് വിളിക്കേണ്ട ഒരു യാ മുഹിയുദ്ദീൻ. അവിടെ സൂര്യ വെളിച്ചം പോലും കിട്ടൂലാത്ത കാരാഗ്രഹമായിരിക്കും അത്. ഞാൻ എന്റെ രാജ്യത്തിന്റെ ഈ ആത്മവീര്യത്തെ, ഭരണഘടനാപരമായ അവകാശത്തെ അഭിമാനബോധത്തോടെ പറയട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റ് മുമ്പിൽ കൊണ്ടുപോയി ഒരു ടെന്റ് കെട്ടിയിട്ട് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കാൻ തീരുമാനിച്ചാൽ, ഒരു സുന്നി പാർലമെന്റ് മെമ്പറെ നമ്മളോട് വിട്ടാൽ അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് ഇന്ത്യ. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള എല്ലാവിധ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം തരുന്നു. എന്നിട്ട് മെഴുകുതിരി വെട്ട പഠിച്ചിട്ട് സമുദായത്തെ കാക്കണം. ഏതു സമുദായത്തെയാണ് ഇവർ കാത്തത്? അഭിനന്ദനായ നസ്രുദ്ദീൻ എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ആഞ്ഞു വെട്ടി അവന്റെ കുടല് പുറത്തു വരുമ്പോഴും അവൻ അത് ചേർത്തു പിടിക്കാൻ, അവനെ സഹായിക്കാൻ ഒരു ഹിന്ദു സഹോദരൻ ഓടി വന്ന് അവന്റെ ശരീരത്തിൽ ഇങ്ങനെ ഭദ്രമായി കെട്ടിയിട്ട് മുണ്ടില്ലാതെ ഓടിച്ചെന്ന് മുസ്ലിം മുമ്പിൽ ചെന്ന് നസ്രുദ്ദീൻ ആരോ അവനെ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു, ഞാനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട തന്റെ സഹോദരന്റെ മടിയിൽ തലവച്ചു കിടന്നിട്ട് വല്ലാത്ത വേദനയാണിത് എന്ന് പറഞ്ഞിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്ന ചെറുപ്പക്കാരനെ വെട്ടിവീഴ്ത്തുന്നതാണോ സംരക്ഷണം? എവിടെന്നാണ് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഇന്ത്യയിൽ എന്നല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ എന്തു ചെയ്യാൻ സാധിച്ചു? ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1992 അല്ലെങ്കിൽ 90കളിലാണ് ഒരു മഹാധ്വനി കടന്നു വന്നത്. എന്തേ സംഭവിച്ചത്? ഞാൻ പരിഹസിക്കല്ല, ഞാൻ ശവത്തിൽ കുത്തുന്നുമില്ല. പക്ഷേ എന്തു സംഭവിച്ചു അദ്ദേഹത്തിന്? അദ്ദേഹം ആ കാലത്ത് പറഞ്ഞിരുന്നല്ലോ, ബാബരി മസ്ജിദിന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടിക കഷണം ഇളക്കണമെങ്കിൽ ആയിരക്കണക്കിനല്ല 10,000 വരുന്ന ISSകാരന്റെ മയ്യത്ത് ചവിട്ടണമെന്ന്. ഏത് ISSകാരന്റെ മയ്യത്താ ചവിട്ടിയത്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ശോകമൂകമായ രാത്രിയിൽ ഇന്ത്യയുടെ ഗവൺമെന്റ് 5 പ്രസ്ഥാനങ്ങളെ നിരോധിച്ച കൂട്ടത്തിൽ ISS ഉണ്ടായിരുന്നു. ISS നിരോധിച്ചപ്പോ മറ്റുള്ള സംഘടനകൾ നിലനിന്നു. പക്ഷേ ISSന്റെ നേതാവ് ഒരു പബ്ലിക് ബൂത്തിൽ കയറി, പത്രസമ്മേളനത്തിനല്ല, പബ്ലിക് ബൂത്തിൽ, എന്നിട്ട് പറഞ്ഞു ഞാൻ ISS അങ്ങ് പിരിച്ചുവിട്ടു. എന്തൊരു ധൈര്യം! എന്തൊരു ധൈര്യം! ഇന്നും കേസിന്റെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം സാധ്യമാകാതെ പോകുന്നതിന്റെ മുമ്പിലാണ്. അങ്ങനെയല്ല മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണവും വിദ്യാഭ്യാസ ജാഗരണവും നടത്തേണ്ടത് എന്ന് മനോഹരമായി നമ്മെ പഠിപ്പിച്ചു തന്നു എന്നതാണ് CHനെ ഈ 3 പതിറ്റാണ്ടുകൾക്കിടയിലും ഒരു രാജകുമാരനെ പോലെ നാം നെഞ്ചിലേറ്റാൻ കാരണം. അതാണ്. ഇത്തരത്തിലുള്ള തീവ്രവാദം കൊണ്ട് ഈ സമുദായത്തിന് ഒരു ചുക്കു നേടാനായിട്ടില്ല. അന്നത്തെ ദിവസത്തിന്റെ രാത്രി അഭിനന്ദനായ ഡോക്ടർ M ഗംഗാധരൻ തന്നെ പിന്നെ എഴുതി, ഞാനന്ന് മലബാറിന്റെ ഹൃദയതടങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു കുടുംബസമേതം. ആ രാത്രിയുടെ കരാള ഭീകരതയെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്ത്യ ഒരു ഭീകരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. രാജ്യത്തിന്റെ മതേതര സംവിധാനങ്ങൾ മുഴുവൻ തകർന്ന പോലെ ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങളുടെ ചിഹ്നമായിരുന്ന ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളാണ് ഫാസിസ്റ്റുകൾ തകർത്തത്. ഇന്ന് മലബാറിന്റെ ഹൃദയദേശത്ത് എന്തും സംഭവിക്കാമെന്ന് ആലോചിച്ചു പോകുന്ന ചരിത്രകാരൻ ഭയഭീതിയോടുകൂടെ തന്നെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മന്ദാരിനെ പോലെ അനൗൺസ്മെന്റ് കേൾക്കുന്നത്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ നിശബ്ദമാകണം, നിങ്ങൾ ആത്മസംയമനം പാലിക്കണം, നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനമാണ് എന്ന്. ഗംഗാധരൻ പറയുന്നു, പിന്നെ ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു പോയി. ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്
ഇന്നെനിക്ക് സമാധാനത്തോടെ യാത്ര ചെയ്യാൻ സാധ്യമാകുന്നത് എന്ന്. അന്നത്തെ രാത്രിയിൽ DGP പ്രഗത്ഭനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്നു. ഈ രാത്രിയിൽ ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറയുമ്പോ കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയാചാരനായ K. കരുണാകരൻ പറഞ്ഞു, DGP ഭയക്കണ്ട, എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, എനിക്ക് ആത്മധൈര്യമുണ്ട്. പാണക്കാട്ടെ ഗ്രാമത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ നായകനുണ്ട്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ളപ്പോ നമ്മൾ എന്തിനു ഭയക്കണം എന്ന് പറഞ്ഞു. ഈ ഭീകരവാദികൾക്ക് സമ്മാനിക്കാൻ കഴിയാത്ത ആത്മവിശ്വാസമാണ് CH-ഉം ഖായിദെ മില്ലത്തും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും നമുക്ക് തന്നത്. ഭീകരവാദം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ മതത്തെ ഭീകരവാദവുമായി ചേർത്ത് വെക്കാൻ സാധിക്കും? നിങ്ങളൊക്കെ കേട്ടതല്ലേ ഫേസ്ബുക്കിൽ ഒരു കഥ, അത് യാഥാർത്ഥ്യമോ കഥയോ എന്ന് എനിക്കറിയില്ലെങ്കിലും ജോർജ് യാത്ര ചെയ്യുകയാണ്. ജോർജിനെ പിടിച്ചു നിർത്തി. ജോർജിന്റെ കുടുംബസമേതമുള്ള യാത്രക്കിടയിലാണ് വലിയ തോക്കുമായി ഐസ് ഭീകരൻ പിടിച്ചു നിർത്തിയത്. ജോർജിന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു കിതാബ്, ഏതോ ഒരു പുസ്തകം. അപ്പോൾ ജോർജിനോട് ചോദിച്ചു, നിന്റെ പേരെന്തെന്ന്? ജോർജ് നിസ്സംശയം പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് ആണെന്ന്. പിന്നെ ജോർജിനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം എന്താണെന്ന്? അപ്പോൾ ജോർജ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഖുർആനാണെന്ന്. എങ്കിൽ അതൊന്ന് വായിക്കാൻ പറഞ്ഞപ്പോ ജോർജ് ഒട്ടും കൂസാതെ അതിൽ നിന്ന് ഇങ്ങനെ വായിച്ചു കൊടുത്തു. വായിച്ചു കഴിഞ്ഞപ്പോ ഐസ് ഭീകരൻ പറഞ്ഞു പൊക്കോളാൻ. പോയി അല്പമൊന്ന് നീങ്ങിയപ്പോ ശ്വാസം വിട്ട ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളെ ചുട്ടുകൊല്ലുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ജോർജ് പറഞ്ഞ ഒരു മറുപടിയാണ് ശരി. എനിക്കുറപ്പുണ്ടായിരുന്നു അവർക്ക് ഇസ്ലാമിനെയും ഖുർആനെയും കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ സധൈര്യം അത് വായിച്ചത് എന്ന്. അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചുക്കറിയാം ഈ ഭീകരവാദിക്ക്? ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം ഈ കവാത്ത് പഠിക്കുന്നവന്? അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗ് പ്രസ്ഥാനം 6-7 പതിറ്റാണ്ട് ഈ നാട്ടിൽ നടന്നുപോയ കാലയളവിൽ സംഭവിച്ചു പോയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് ഇതാ മുസ്ലിം ലീഗ് ജീർണിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നവർ ഒറ്റ കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പാർട്ടിയാണല്ലോ വെൽഫെയർ കമ്മിറ്റി. വെൽഫെയർ പാർട്ടി എന്ന് ഞാൻ പറയണില്ല, അതൊരു കമ്മിറ്റിയാണ്. അത്രയൊന്നും ആയിട്ടില്ല അത്. ആ വെൽഫെയർ പാർട്ടിയുടെ പെൻവിങ് ചാവക്കാട്ടെ തെരുവിലൂടെ, മഹാനായ ഉമർഖാലി നടന്നുപോയ തെരുവിലൂടെ ചായം പൂശി നൃത്തം വെച്ച് നടക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആലോചിച്ചോ? ഇസ്ലാമിന്റെ ബഹുല സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തം പെൺവിങ് നടത്തുന്ന ഈ വൃത്തികെട്ട ഏർപ്പാടിനെതിരെ പറയാൻ മുസ്ലിം ലീഗിന് നേരെ കുഞ്ഞനം കുത്തുന്നതിന് മുമ്പേ അത് ആലോചിക്കണ്ടേ? ഒറ്റ കൊല്ലം കൊണ്ട് ജീർണിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒന്ന്, അടിസ്ഥാനം ഈമാനായി സ്ഥാപിതമായതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അടിസ്ഥാനം ഈമാനാണ്. തനിക്കൊന്നും നേടാനായിരുന്നില്ല ഖായിദെ മില്ലത്ത്, തനിക്കൊന്നും നേടാനായിരുന്നില്ല അഭിവന്ദനായ സീതി സാഹിബ്. ദ്രാവിഡന്മാർ ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ നമ്മുടെ പരിപാടി തന്നെ കലങ്ങിപ്പോയി എന്ന് ഉത്തരേന്ത്യയിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പറയേണ്ടി വരുന്ന വിധം അവിടെ പോയി സുഹ്റവർദിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടുകയോ? അത് പാടില്ലെന്ന് പറയാൻ ഈ 2 ദ്രാവിഡന്മാരാണ് ഉണ്ടായത്. ഒന്ന് ഖായിദെ മില്ലത്തും മഹാനായ സീതി സാഹിബ്. സീതി സാഹിബിന് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നാൽ വലിയ സ്ഥാനങ്ങൾ കിട്ടുമായിരുന്നു. അത്ര മോശക്കാരനല്ല സീതി സാഹിബ്. സീതി സാഹിബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോ ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ ആളെ അന്വേഷിച്ച് നടന്നപ്പോ ലോ കോളേജിൽ അന്ന് പഠിച്ച സീതി സാഹിബിനാണ് കിട്ടിയത്. സീതി എന്ന ചെറുപ്പക്കാരനെ, വിദ്യാർത്ഥിയെ. ഗാന്ധിജിയാണ് ST കോളേജിന്റെ കവിത ചൊല്ലിയത്. വാട്ടർ വാട്ടർ എവരിവെയർ, നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അത് കേൾക്കുമ്പോഴേക്കും വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന് പറയാനുള്ള പിന്നെ മനോഹരമായ ഭാഷാ സംവിധാനം മഹാനായ സീതി സാഹിബിനുണ്ടായിരുന്നു. അതൊന്നുമല്ല സീതി സാഹിബ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ പറയാറുണ്ട്, മുസ്ലിം ലീഗിലേക്ക് സീതി വന്നപ്പോ കോൺഗ്രസിന് എന്ത് നഷ്ടമുണ്ടായോ തത്തുല്യമായ ലാഭമുണ്ടാകും ഈ മുസ്ലിം ലീഗിന് എന്നാണ് സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞത്. പനമ്പിള്ളിയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല. കരുണാകരന്റെ ഗുരുവാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും മനോഹരവും ഉജ്ജ്വലവുമായ പ്രഭാഷകനായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പക്ഷേ പനമ്പിള്ളിക്ക് സീതി സാഹിബിനെ അറിയാമായിരുന്നു. ആ സീതി സാഹിബും ഖായിദെ മില്ലത്തും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും ഈ നാട്ടിൽ ഓടി നടന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോ അവർക്ക് ആലോചന ഉണ്ടായിരുന്നില്ല ഇനി ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി പദവിയിലേക്കും UN അസംബ്ലിയിലേക്കും എന്റെ പ്രിയപ്പെട്ട പിന്മുറക്കാർ പോകുമെന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആലോചിച്ചിരുന്നില്ല എന്ന് നാം ആലങ്കാരികമായി പറയുമ്പോ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നു. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വെല്ലിംഗ്ടൺ പ്രഭുവിനെ അയച്ചിട്ടാ പറഞ്ഞത്, അല്ലേ?
ഒന്ന് പിരിച്ചുവിടണം മുസ്ലിം ലീഗിനെ. അന്നാണ് ഖായിദ മില്ലത്ത് പറഞ്ഞത്, ഈ കൊടി എന്റെ അല്ല. അങ്ങനെ എങ്ങനല്ലേ ഇത് പിരിച്ചുവിടാൻ പറ്റൂ? എന്റെ അല്ല, ഇതെന്റെ സമുദായത്തിന്റെയാണ്. നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തിനു പിരിച്ചുവിട്ടു എന്നതിന് എനിക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പണ്ഡിറ്റ്ജിയോട് തിരിച്ചുപോയി പറയണം, എനിക്കിത് പിരിച്ചുവിടാൻ കഴിയില്ലെന്ന് പറയാൻ. ഒരു തക്കാളിപ്പെട്ടിക്കൂട് പോലെ ഉണ്ടാക്കിയ, ഓഫീസിന്റെ മുറ്റത്തുണ്ടാക്കി വെച്ച ഒരു മുസ്ലിം ലീഗ് പതാകയെ, അതിന്റെ ബാനർ, അതിന്റെ കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്ന ആവശ്യം ഇന്ത്യ കണ്ട പ്രഗത്ഭനായ പ്രധാനമന്ത്രിയുടെ ദൗത്യം, അതിന്റെ സന്ദേശവുമായി വന്ന അന്നത്തെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ പ്രഭുവിനോട്, ഗവർണർ ജനറലിനോട് പറയാൻ മഹാനായ ഖായിദ മില്ലത്തിന് നാളെ ഈ നാട്ടിൽ സ്വർഗം പണിയുമെന്നുള്ള ഒരു സ്വപ്നവും ഖായിദ മില്ലത്തിനുണ്ടായിട്ടല്ല. പക്ഷെ ഖായിദ മില്ലത്തിനുണ്ടായ ഈമാൻ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്കുണ്ടായിരുന്ന ഈമാൻ, അവർ ഉറച്ചുവെച്ച ഈമാനിൽ സ്ഥാപിച്ച മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഈ പാഴ്ചടികൾക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ ആയാലും, ഇപ്പോ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടത്തുന്നു പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുപോയി. രണ്ടഴുക്ക് ഇങ്ങനെ കഴുകിക്കളയാൻ വേണ്ടിയാണ് ഒരു പെരുമഴ പെയ്യാൻ പോകുന്നത്. ഒന്ന് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ആളുകളും ഇട്ട മുഴുവൻ മാലിന്യ വിസർജനങ്ങളും കഴുകാനും, അതിനുശേഷം അതിനേക്കാൾ ഭീകരമായി നിൽക്കുന്ന മറ്റു ചില വിടുവായികളുടെ വിസർജനങ്ങളും കഴുകാനും, കൃത്യമായി നന്മയുടെ ഭാഗമേതെന്ന് സ്ഥാപിക്കാനും മുസ്ലിം യൂത്ത് ലീഗ് രണ്ടാമതല്ല മൂന്നാമത് തന്നെ വരണം. മൂന്നാം സമ്മേളനമാവട്ടെ. നിങ്ങൾ എതിർക്കണം. ഇപ്പോ നമ്മുടെ കുട്ടികൾ, ഞാൻ അറിഞ്ഞ വിവരം അനുസരിച്ച് ചില കടലോര പ്രദേശങ്ങളിൽ ബൈഅത്ത് നടക്കുന്നതാണ്. അല്ലാഹു കാക്കട്ടെ. ബൈഅത്ത് നടക്കുന്നതാണ്. എന്ത് ബൈഅത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ത് ജിഹാദ്? ജിഹാദ് നടത്തണം. CH നടത്തിയ ജിഹാദ് നടത്തണം. CH നടത്തിയ ജിഹാദ് രാഷ്ട്രീയ ജിഹാദാണ്. AK-47 കൊണ്ട് കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് നേടാൻ സാധ്യമായത് NH-47 നടന്നാൽ കാണാൻ സാധ്യമാകുന്ന വിധം സാംസ്കാരിക നവോത്ഥാനം നടത്തിയത് CH-ഉം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുമാണ്. ഒരു ഭാഗത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ഓർക്കണം. 945 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദരായ ഗുരുനാഥന്മാരെ മുന്നിൽ നിർത്തിയാണ് മഹാനായ തങ്ങൾ പറഞ്ഞത്, നാം മദ്രസ പണിയണമെന്ന്. ഇന്ന് ആ മദ്രസ ലോകാത്ഭുതമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അമേരിക്കയിൽ പ്രസിഡന്റിന്റെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിലെ 300ഓളം വരുന്ന, മിക്കവാറും മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ വന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ, ഞാൻ ഇന്ന് സംഘടനയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 10,000 മദ്രസ നടത്തുന്നു ഞങ്ങളെന്ന്. അപ്പോ ഒരു മുസ്ലിം സഹോദരൻ തന്നെ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ പറ്റിയത്? 10,000 എന്ന് പറഞ്ഞതെങ്ങാനും മാറിപ്പോയതാണ്, 1000 ആയിരിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, അല്ല, 10,000 തന്നെ എന്നല്ല, 10,000-തിനപ്പുറം യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള പ്രഗത്ഭരായ ആളുകളെ സംവിധാനിക്കുന്ന, യൂണിവേഴ്സിറ്റിക്ക് തുല്യമായി നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് പറയുമ്പോഴേക്കും അവിടെ അതിന്റെ വെബ്സൈറ്റുകൾ മുഴുവൻ നിരന്നു വന്നപ്പോ അവിടെ കൂടിയിരുന്ന പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ചുണ്ടുകളിൽ മന്ത്രിച്ചത് ഇതാണ്, ഞാനത് എന്റെ പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ആ വാക്കുകളെ മുഴുവനും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സമർപ്പിക്കുന്നു. കാരണം ആ മനുഷ്യന്റെ ദീർഘദർശിത്വമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത സഭയിൽ മദ്രസ പണിയണമെന്ന ആശയമുണ്ടാക്കി കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പണ്ഡിതന്മാർ നടന്നു ചെന്ന് നമ്മുടെ കാരണവന്മാരെ പറഞ്ഞ് അങ്ങനെ ഈ സമൂഹത്തിനായി മദ്രസ പണിതില്ലായിരുന്നുവെങ്കിൽ ബംഗാളിലെയും ആസാമിലെയും മുസ്ലിം സഹോദരന്മാരെ പോലെ ഇസ്ലാമിക പ്രാഥമിക പാഠങ്ങൾ അറിയാത്ത ഒരു പറ്റം വിവരമില്ലാത്തവരായി അധപതിക്കുമായിരുന്നു. അവിടെ ആകുമായിരുന്നു ഈ തീവ്രവാദിക്ക് വള്ളക്കൂറുള്ള മണ്ണായി മാറേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ആകാതെ പോയത്, രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ചു നൽകാൻ CH-ഉം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മഹാന്മാരായ പണ്ഡിതവര്യന്മാരും ഒരുമിച്ചു നടന്നപ്പോ നമ്മെ പിടികൂടാൻ ഒരു തീവ്രവാദിക്കും സാധിക്കാതെ പോയി. നിരാശ കൊണ്ട് വല്ലതും പറയല്ല, നമ്മെ പിടികൂടാൻ സാധിക്കാതെ പോകുന്ന വിധം ഭദ്രമാക്കി നിലനിർത്തിയത് വിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനങ്ങളാണ്. ഒരു ഭാഗത്ത് ജാമിഅ നൂരിയ, മറ്റു ഭാഗത്ത് ഫറൂഖ് കോളേജ്. ഒരു ഭാഗത്ത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗത്ത് കേരളീയ മുസ്ലിം സമാജത്തിന്റെ പാരമ്പര്യ പൈതൃകങ്ങളുടെ ജ്ഞാനഗോപുരമായി ജാമിഅ നൂരിയ അറബിയ ഉയർന്നു വരുന്നു. അതിങ്ങനെ നിരന്തരമായി നടക്കുന്നു. അതിനെല്ലാം രാഷ്ട്രീയമായി സാമൂഹികമായ പിന്തുണകൾ ഉണ്ടാകുന്നു. ആ പിന്തുണകളുടെ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിന് രാഷ്ട്രീയമായ ഒരു മുന്നേറ്റത്തിന്റെ ജിഹാദ് ഉണ്ടായിരുന്നു. അത് CH നടത്തി.
ബാഫക്കി തങ്ങൾ നടത്തിയ മുന്നേറ്റമല്ലേ ശരിക്കും പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയെ സംവിധാനിച്ചത്? ആരും അറിയാത്ത ഒരാൾ കേരളത്തിൽ 11 കൊല്ലം അനിഷേധ്യമായ ഭരണം നടത്തി സി അച്യുതമേനോനെ കൊണ്ട് നടത്തിയ ആളാരാ? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. രാഷ്ട്രീയം തനിക്ക് തന്നെയാണ് പറ്റുക, അതിനെ ഏറ്റവും സംശുദ്ധമായി നടത്താൻ സാധ്യമാകുന്ന പാകമുണ്ടെനിക്ക് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ ബാഫക്കി തങ്ങൾ. കേരളം കണ്ട ഏറ്റവും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പതിപ്പാണ് സി അച്യുതമേനോൻ എന്ന് കേരള രാഷ്ട്രീയ ചരിത്രം വിധി എഴുതുമ്പോ ആ സി അച്യുതമേനോനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുത്തിയത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങൾ എന്ന രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ പറയുമ്പോൾ ചെറുതാവല്ല, നന്മയുടെ രാഷ്ട്രീയം എത്ര വലുതാണെന്ന് ആ തലേക്കെട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ കൂട്ടുമാറാകട്ടെ. പക്ഷെ ആ രാഷ്ട്രീയം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഈ ബഹുസ്വരതയിൽ നിന്നും മാറി നിൽക്കാതെ ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും വഴിയിൽ തന്നെ നിന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കാത്ത മതേതര ജനാധിപത്യ സംവിധാനം നമ്മൾ ഉറച്ചു നിർത്തി. എന്താ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇന്ന് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്? സി എച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ വലിയ വലിയ ക്ലേശകൾ കിട്ടേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. നാദാപുരത്തെ കൊലപാതകങ്ങൾക്ക് മുമ്പിലാണെന്ന് സി എച്ച് പറഞ്ഞത് മനുഷ്യന്റെ തലക്കും അതുപോലെ തന്നെ തേങ്ങയുടെ കുലക്കും ഒരു വിലയുമില്ലാതെ പോകുന്ന കാലം വന്നിരിക്കുന്നുവെന്ന്. പിണറായിയുടെ കാലമായിരുന്നുവെങ്കിൽ അതിനേക്കാളും അപ്പുറം മറ്റേതെങ്കിലും ക്ലേശേ വരേണ്ട കാലമായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അത്ര ഭീകരമായ അർത്ഥത്തിൽ അസ്ലം എന്ന ചെറുപ്പക്കാരന്റെ മുഖം, മനുഷ്യന്റെ മുഖത്തോട് ഇത്രമേൽ ക്രൂരത കാണിക്കണമെന്നതാണോ മാർക്സിയൻ ദർശനം എന്ന് ആലോചിച്ചു പോകാൻ. കാരണം എപ്പോ കൊന്നാലും 52 അല്ലെങ്കിൽ 68 അങ്ങനെയാണ്. ഏതൊരു തസ്ബീഹിന്റെ കണക്ക് പോലെയാണ് വെപ്പിന്റെ കണക്ക്. കൊല്ലുന്നതിന് ഇങ്ങനെ എത്രമേൽ ഭീകരമാക്കി തന്നെ കൊല്ലണോ? അങ്ങനെ കൊല്ലണമെന്ന് ഏതോ ഒരു മുറ പഠിപ്പിച്ചു തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടക്ക് പറയുന്നുണ്ട് കേരളത്തിൽ കൊല ചെയ്യാൻ വേണ്ടി ഒരു സംഘടനയുണ്ടെന്ന്. ആ സംഘടനയുണ്ടെന്നും സ്വയം ആത്മവിചാരണം നടത്തുന്നത് പോലുമായിരിക്കുമോ മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം കൊന്നതിന് ഇത്രമേൽ കൃത്യമായ ഒരു പരിശീലന സിദ്ധമായ കൊലപാതകം നടന്നത് ഈ കൊലപാതകങ്ങളിലാണ്. ഒന്ന് ചന്ദ്രശേഖരന്റെ കൊലപാതകം, മറ്റൊന്ന് അസ്ലമിന്റെ കൊലപാതകം. തന്റെ പ്രിയപ്പെട്ട മാതാവിനൊന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം മുഖം വികൃതമാക്കണമെന്ന് തീരുമാനിക്കുന്ന അറുകൊല രാഷ്ട്രീയം അതായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മുമ്പിൽ വളരെ വലിയ ദൗത്യമുണ്ട്. ഒരു ഭാഗത്ത് മാർക്സിസത്തെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അർത്ഥത്തിൽ അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനേക്കാളും ഏറെ മറ്റൊരു ഭീകര സ്വത്വം വായു പിളർന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ വളർന്നു വരുന്ന സവർണ ഫാസിസം. യൂത്ത് ലീഗ് ശക്തമായി കണ്ണു തുറന്നിരിക്കണം. അതിനേക്കാൾ ഭീകരമായി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇതേ ഫാസിസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന തീവ്ര വർഗീയതയും. ഇത് രണ്ടും വളരെ കൃത്യവും മാരകവുമായ അപകടങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സമ്പന്നമായ അതിന്റെ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ, എന്നിട്ട് പശു ഇന്നിപ്പോ ഉള്ള ഒരു വലിയ കുഴപ്പം, മനുഷ്യന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുക എന്നതാണ് സാധാരണ ധർമ്മം. പക്ഷെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന രീതിയാണ്. അതായത് ചത്ത പശുവിന്റെ തോലുരിഞ്ഞാലും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറയുന്ന സവർണ ഫാസിസം ഇന്ത്യയിൽ ഇങ്ങനെ നിരന്തരം നിൽക്കാൻ. എന്നിട്ട് നാട്ടിലൊക്കെ നടന്നിട്ട് സ്വച്ഛ് ഭാരത് എന്നാ പറയണം. അതിനൊരു നാണക്കേടല്ലേ? ഇപ്പോ വളരെ സുന്ദരിയായ ഒരു പെണ്ണ് പരസ്യം ചെയ്തിട്ട് പറയാണ് നമ്മുടെ ശൗചാലയങ്ങൾ നിർമ്മിക്കണം. കേരളത്തിലെങ്കിലും ആ മലയാളത്തിലെ പദപ്രയോഗം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. കാരണം കേരളത്തിലെ ഏതാണ്ട് 99% മനുഷ്യരും ഈ പറയപ്പെടുന്ന ശൗചാലയങ്ങൾ നിർമ്മിക്കുകയും ശുദ്ധമായ സാംസ്കാരിക ഭാവത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നിടത്ത് കക്കൂസ് വേണമെന്ന് പറയുന്ന നാണക്കേട് കേരളത്തിലെങ്കിലും ആ പരസ്യം ഒഴിവാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഗുജറാത്തിൽ പോയി പറഞ്ഞോളൂ, അവിടെ ഇല്ലല്ലോ. ഗുജറാത്തിലില്ല, കേരളത്തിലുണ്ട്. കേരളത്തിലെ 99% മലയാളിയും ശുദ്ധിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും പഠിച്ചതാണ്. അവന് ആ പാഠം കൊടുക്കാൻ 8 കൊല്ലം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മനുഷ്യന്റെ ഓർമ്മയാണ് സെപ്റ്റംബർ 28 അല്ലേ? 8 കൊല്ലം കൊണ്ട് കേരളത്തെ മാറ്റി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പോകുന്നത് വിദേശ പര്യടനത്തിന് പോകുന്നത് സവാരിക്കാൻ, സി എച്ച് പോയത് പഠിക്കാനാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു സി എച്ച് കൊച്ചിയിൽ സ്ഥാപിച്ചു അല്ലെ? ഒരു സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ആവശ്യമാകുന്ന ഒരു യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ സ്ഥാപിച്ചത്. അല്ലെങ്കിലും യൂണിവേഴ്സിറ്റികൾ ആരാ സ്ഥാപിച്ചത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കൊച്ചി സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സർവകലാശാല, സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചത് മുസ്ലിം ലീഗുകാരൻ.
ലീഗുകാരാ സ്ഥാപിച്ചത്. സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചിട്ട് തന്നെ സ്വാഗത പ്രസംഗം നടത്തി ഒരു പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതൻ പറയുന്നുണ്ടായിരുന്നു, വലിയ മതേതരവാദികളായ ആളുകൾക്കൊന്നും നടക്കാത്തത് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഇതാ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നീറ്റി മുഹമ്മദ് ബഷീർ സാഹിബിനെ നിർത്തിയാൽ ഞാൻ ആ സർവകലാശാലയിൽ നിന്ന് പഠിച്ചതാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ ആലോചിക്കുന്നു, മുസ്ലിം ലീഗുകാരനായ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ടുണ്ടാക്കിയ ഒരു സംസ്കൃത സർവകലാശാലയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരം പറഞ്ഞു തരുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കപ്പെട്ടത്. അതെ, അപ്പൊ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതും വിദ്യാഭ്യാസം നടത്തിയതൊക്കെ മുസ്ലിം ലീഗുകാരാണ്. ഇന്നിപ്പോ അല്ലെങ്കിൽ ഈ മാഷന്മാർക്ക് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്ന് പിന്നെ മുണ്ടശ്ശേരി മാഷ് മുതൽ ഇപ്പോഴത്തെ മാഷ് വരെ തെളിയിക്കാൻ അല്ലേ. മുണ്ടശ്ശേരി മാഷ് ഉണ്ടായിരുന്ന സമയത്തും മാഷ് വലിയ സാഹിത്യമൊക്കെ പറഞ്ഞു, പക്ഷേ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ട് ചൊവ്വയില്ല. CH വന്നപ്പോഴാണ് വിദ്യാഭ്യാസം വേണ്ട പോലെ ആയത്. CHനെ കുറിച്ചൊരു മാപ്പിള എന്ന് വിലയിരുത്തിയിരുന്നു, പക്ഷേ CH സാഹിത്യത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അപാരമായിരുന്നുവെന്നും അതുകൊണ്ടാണ് കേരളം കണ്ട പ്രഗത്ഭനായ കവി യൂസഫ് അലി കേച്ചേരി അദ്ദേഹം തന്നെ അനുഭവം എഴുതി, ഞാനൊരു മാപ്പിളയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത് പോലെ കുറച്ച് ഉദ്യോഗത്തോടെയും ഉദ്ധൃതയോടും കൂടെയാണ് കടന്നു ചെന്നത്. പക്ഷേ ഞാൻ CHുമായി ഇങ്ങനെ സംസാരിച്ചു. ഞാൻ മലയാള സാഹിത്യവും കടന്ന് ഇന്ത്യൻ സാഹിത്യത്തിന്റെ വഴികളിലേക്ക് കടന്നു. ആ മെച്ചിൽപ്പുറങ്ങളും അവസാനിപ്പിച്ച് പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ CH എന്നോട് പറഞ്ഞു, TS എലിയറ്റിന്റെ പുതിയ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ മുഖവരി ഇങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കൈയും കൂപ്പി പറഞ്ഞു, CH എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് പോകാൻ, ഞാനിവിടെ തോൽവി സമ്മതിച്ചു എന്ന്. ഒരു ഏറനാടൻ മാപ്പിള കേരളത്തിലെ പ്രമുഖരായ ബുദ്ധിജീവികളുടെ മുമ്പിൽ ഒരു മഹാമേരുവിനെ പോലെ നിൽക്കുന്നത് നാം കാണുന്നു. അത് എന്റെ CH ആണ്, അഭിവന്ദനായ CH മുഹമ്മദ് ബായ സാഹിബാണ്. അപ്പോൾ വിദ്യാഭ്യാസം നമ്മളുണ്ടാക്കിയ ഈ വിപ്ലവം, ആ വിപ്ലവമാണ് നമുക്കിങ്ങനെ ഇപ്പോ എന്താണ് പറയാ, സ്വച്ഛത ഭാരത്, എന്താണ് കേൾക്കുമ്പോ നാണക്കേട് തോന്നുക. എന്തിനാ കേരളത്തിലെ ആ പരസ്യം? ആ പരസ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ദേശീയോത്സവം നടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം കേരളം എന്നേ അതൊക്കെ പഠിച്ച് മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ, ഈ സാമൂഹിക വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഇനിയും കർമ്മത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം 2 വലിയ ഭീഷണികൾ. ഒന്ന്, നമ്മളറിയാതെ വഞ്ചതൽ പോലെ നമ്മുടെ സമുദായ ഗാത്രത്തെ തുരന്നു തീർക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരുപാട് തീവ്രവാദങ്ങൾ. ഞാൻ അഭിമാനത്തോടെ പറയാം, ഇനി അല്പം സങ്കുചിതം കലർന്നുപോയി എന്ന് നിങ്ങൾ വിമർശിക്കണ്ട. ഞങ്ങൾക്ക് ഒരു അർദ്ധരാത്രിയുടെ അർദ്ധനിമിഷത്തിൽ പോലും തീവ്രവാദം എന്ന് കേട്ടാൽ പേടി തോന്നില്ല. എന്തുകൊണ്ടെന്നാൽ പച്ചയായ യാഥാർത്ഥ്യം പോലെ, പകൽ എന്ന പരസ്യം പോലെ വെളിച്ചത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ മതയാഥാർത്ഥ്യങ്ങളോടൊപ്പം നടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അതിന്റെ കൂടെ നടന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് കുടുംബവുമാണ്. അതേസമയം അഭിനന്ദനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, ചിലർക്ക് ഇപ്പോൾ JCB എന്ന് കേട്ടാലും പേടി തോന്നുന്നു. കാരണം അതുപോലും ഒരു തരം തീവ്രവാദമാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായി. അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ ഒന്നും സംഭവിക്കാതെ, അതുകൊണ്ട് നമ്മുടെ ദൗത്യം ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുക. നാം തീവ്രവാദവുമായി ഒരിക്കലും രാജിയാവുന്നില്ല, നാം ഫാസിസവുമായി ഒരിക്കലും രാജിയാവുന്നില്ല. നാം ഫാസിസത്തെ എതിർക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇടയിലെ ഈ തീവ്രവാദ ശക്തികളെ പരമാവധി ഇല്ലായ്മ ചെയ്യലാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിപാടികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കലാണ്. എന്തുകൊണ്ടെന്നാൽ ഫാസിസം വളരാതിരിക്കാൻ ഒരു ഭാഗത്ത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ഈ കൊച്ചു കൊച്ചു തീവ്രവാദങ്ങളെ പോലും അവസാനിപ്പിക്കണം. എന്നിട്ട് സമുദായ നന്മയെ ഈ ബഹുസ്വരതയോടൊപ്പം നടത്താൻ നമുക്ക് സാധിച്ചാൽ മഹാരഥന്മാരായ നമ്മുടെ പൂർവ്വസൂരികളുടെ ജീവിതത്തെ നമുക്ക് ഓർമ്മകളിൽ മാത്രം ഒതുക്കലല്ല, അത് ജീവിതങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ സാധ്യമാകും. അല്ലാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.